ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ ചാപ്റ്ററായ നിവർന്ന് നിൽക്കുക എന്നുള്ളതിൻ്റെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് എന്താക്കുക, നിങ്ങൾ മുന്നേ തുറന്ന് വെക്കുക കേട്ടോ. എന്നിട്ട് എന്താക്കുക, നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ കിട്ടുന്ന പോയിന്റുകളൊക്കെ എന്താക്കുക, നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങളതായിട്ടുള്ള ഭാഷയിൽ, അതായത് നിങ്ങളതിലോട്ട് എഴുതി വെക്കുക. പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എന്താണ് എളുപ്പമാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്താക്കുക, ടെക്സ്റ്റ് തന്നെ തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയാണ്. പിന്നെ അണ്ടർലൈനൊക്കെ ചെയ്യാം. ദെൻ അസ്ഥി നമ്മുടെ ഉള്ളിൽ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ്, അസ്ഥിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പഠിച്ചത് അല്ലേ. പക്ഷികൾക്കുണ്ട്, അതുപോലെ എന്താണ് മൃഗങ്ങൾക്കുണ്ട്, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ട് അല്ലേ. അതുപോലെ എന്താണ്, അസ്ഥി നമ്മുടെ ഉള്ളിലും ഉണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ്, അസ്ഥികളുണ്ട് അല്ലേ. കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങി വിവിധ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ച് സ്വയം പരിശോധിച്ച് വയ്ക്കുക. നിങ്ങൾ വിരലിലും തൊട്ട് വയ്ക്കുക, ഒരു കട്ടി വേൻ തോന്നില്ലേ, അതാണ് എല്ലാണ് അല്ലേ, അസ്ഥിയാണിത് അല്ലേ. പിന്നെ അതുപോലെ എന്താണ്, നമ്മൾ എവിടെ ശരീരത്തിൽ എവിടെ കാൽമ തൊട്ട് വെക്കുക, അതുപോലെ എന്താണ് കൈമ തൊട്ട് വെക്കുക അല്ലേ. എല്ലായിടത്തും തൊട്ട് വയ്ക്കുക. ഒന്ന് കയ്യിലും കാലിലും വിരലുകളിലൊക്കെ തൊട്ടാൽ എന്താണ്, ഒരു കട്ടിയുള്ളതായിട്ട് തോന്നുന്നില്ലേ. ഓൺലി ഇതല്ലല്ലോ വരുന്നത്, സ്പോഞ്ച് ആയിട്ടല്ലല്ലോ വരുന്നത്, ഒരു കട്ടി പോലെ തോന്നുന്നില്ലേ, അതാണെന്ത് എന്ത് അസ്ഥി കേട്ടോ. അപ്പോൾ എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ? അല്ല അല്ലേ. നീളമുള്ള അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നീളമുള്ള അസ്ഥികളാണ് എന്ത്, നമ്മളെ കയ്യിലും കാലിലൊക്കെ വരുന്നത് അല്ലേ, ആണല്ലോ. നീളം കുറഞ്ഞ അസ്ഥികൾ കാണപ്പെടുന്നതോ നോക്കിയേ, നീളം കുറഞ്ഞ അസ്ഥികൾ ഇതാ ഇവിടെയൊക്കെ അല്ലേ, നെഞ്ചും കൂടിൻ്റെ അവിടെയൊക്കെ അല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് മനുഷ്യ അസ്ഥികൂടം, മനുഷ്യനും അസ്ഥികൂടം ഉണ്ട് അല്ലേ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒന്ന് കണ്ണടച്ചിട്ട്, നമുക്ക് അസ്ഥി ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? നമ്മളങ്ങോട്ട് ആ എല്ലൊന്നുമില്ല, ഉള്ളി നമുക്ക് എന്താണ്, ആ ഇറച്ചിയും തോലും മാത്രമേ ഉള്ളെങ്കിൽ എന്താണ്, നമുക്ക് നിലത്തെ കണ്ട് വീണു പോകില്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന എന്താണ്, നമ്മളെ ഇറച്ചി എല്ലും ഇതൊക്കെ ഉണ്ടായിട്ടാണ് അല്ലേ, അസ്ഥി ഉണ്ടായിട്ടാണ് നമ്മൾ നിവർന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പല്ല് എന്നിവയെല്ലാം ചേർന്നതാണിത് മനുഷ്യന്റെ അസ്ഥികൂടം കേട്ടോ. ഓക്കെ, എന്താണ് തലയോട് അല്ലേ, തലേൻ്റെ അവിടെ ഉണ്ട്. പിന്നെ നട്ടെല്ലുണ്ട് അല്ലേ, അതായത് ഇത്. പിന്നെന്താ വാരിയെല്ല് അല്ലേ, പിന്നെ മാറെല്ല്, പിന്നെന്താണ് കൈകാലുകളിലെ അസ്ഥികൾ, പിന്നെ ഇടുപ്പ് അല്ലെ, ഇടുപ്പല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥികൂടം. താഴെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വായിച്ചും ചിത്രങ്ങൾ നിരീക്ഷിച്ചും എന്താക്കുക, മനുഷ്യാസ്ഥികൂടത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, തലയോടാണ്, കീഴ്താടിയല്ല ഇത്. ഓക്കെ, തലയോടിന്റെ കീഴ്താടിയല്ല ഇത്. ഇത് മനുഷ്യാസ്ഥികൂടം കേട്ടോ. ഈ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. നമ്മളെന്താണ് ഈ ചിത്രം പലയിടത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ. 22 അസ്ഥികൾ ചേർന്നതാണ് നമ്മളെ തലയോട്. അപ്പോൾ എത്ര അസ്ഥികൾ ചേർന്നതാണ് നമ്മളെ തലയോട്? നോക്കൂ, അണ്ടർലൈൻ ചെയ്യാട്ടോ. 22 അസ്ഥികൾ ചേർന്നതാണ് എന്ത്, തലയോട് എന്ന് പറയുന്നത് കേട്ടോ. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് എന്താക്കാൻ കഴിയുന്നത്, ചലിപ്പിക്കാൻ കഴിയുന്നത്. ഓക്കെ, ഒരസ്ഥി മാത്രം അല്ലേ, കീഴ്താടിയലിൻ്റെ അവിടെ മാത്രമായിരിക്കും എന്തുകൊണ്ടാണ് അവിടെ ചലിപ്പിക്കാൻ കഴിയുന്നത്? ഭക്ഷണം ചവയ്ക്കുമ്പോൾ എന്താണ് ചലിക്കുന്ന അസ്ഥി ഏതാണെന്ന് നമുക്ക് പരിശോധിച്ച ഏതാ, ഈ കീഴ്താടിയലാണ് അല്ലേ. അങ്ങനെ ചവയ്ക്കുമ്പോൾ എന്താണ് താഴെയുള്ളത് മാത്രമേ നമ്മൾ എന്താണ് അനക്കാൻ കഴിയുള്ളൂ അല്ലേ, ചലിപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണ്? തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം എന്താണ്? നമ്മളെ ബ്രെയിൻ അല്ലേ, തലച്ചോറല്ലേ. ഇതുകൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് സംരക്ഷണം നൽകുന്നത് എന്താണ്? തലയോടാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇതിനൊക്കെ എന്താണ് സംരക്ഷണം നൽകിയിരിക്കുന്ന ആരാണ്? തലയോടാണ് കേട്ടോ. ഓക്കെ, അപ്പം തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം എന്താ? നമ്മളെ തലച്ചോറിലെ എന്താണ്, മസ്തിഷ്കം എന്ന് പറയൂലേ. എന്താണ് മസ്തിഷ്കം, തലച്ചോറിലെ. പിന്നെന്താണ്, പിന്നെ തലയോടിനുള്ളിൽ എന്താണ്, കണ്ണും ചെവിയും മൂക്കും നാക്കും ഒക്കെ എന്താണ് സംരക്ഷണം നൽകുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും എന്നറിയാമല്ലോ അല്ലേ. മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും എന്താണ് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും അല്ലേ. അപ്പം എത്ര പ്രാധാന്യത്തോടെയാണ് ശരീരം എന്താണ് മസ്തിഷ്കത്തെ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് തലയോടിന്റെ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കിയേ. നോക്കൂ, ഇനി ഹെൽമെറ്റ്, ജീവന്റെ കവചം. ഹെൽമെറ്റ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കല്? ബൈക്കുമേലൊക്കെ പോകുമ്പോൾ അല്ലേ. എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ്? നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പം വണ്ടിമേലൊക്കെ ബൈക്കിലൊക്കെ പോകുമ്പോൾ എന്താണ് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് പോകണേ അല്ലേ.
അപ്പോൾ അഥവാ വണ്ടി മറിയേ ഇതാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മളെ എന്താണ് തലയോട് പൊട്ടിപ്പോകരുത് അല്ലേ. ആ തലയോട് പൊട്ടിയാൽ പിന്നെ നമ്മളെ കഴിഞ്ഞ് അല്ലേ. അപ്പോൾ എന്താണ് അതിനൊരു സംരക്ഷണമാണ് എന്ത് ഹെൽമെറ്റ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും ഹെൽമെറ്റ് വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കണം അല്ലേ. തിരുവനന്തപുരം നോക്കി ഈ പത്രവാർത്ത നോക്കിയേ. വാഹനം ഓടിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി. ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ എന്താണ് ഫൈൻ ഈടാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ സ്കൂട്ടറിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാറുണ്ടോ? ധരിക്കാറില്ലെങ്കിൽ ധരിക്കണം കേട്ടോ. നമ്മൾ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ എന്താണ് ഹെൽമെറ്റ് ധരിച്ചേ പറ്റൂ കേട്ടോ. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നൊന്ന് പറയാൻ പറ്റും. നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ധരിക്കേണ്ടതിന് ആവശ്യം എന്താണ്? നമ്മളെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കണം. അഥവാ ഇനി പെട്ടെന്ന് വണ്ടീൻ്റെ മുന്നിൽ എന്തെങ്കിലും നായയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പൂച്ചയോ അങ്ങനത്തെ ഒക്കെ ഒന്ന് ചാടും അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും അതൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വേറൊരു വാഹനം വന്ന് ഇടിച്ചാലും എന്താണ് നമ്മളെ ബൈക്ക് അല്ലെങ്കിൽ നമ്മളെ ഇരുചക്ര വാഹനം എന്താണ് മറിയാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം മറിയുമ്പോൾ നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ തലക്കൊന്നും പറ്റാതിരിക്കാം. തലക്ക് പറ്റിയാലാണ് നമുക്ക് ഭയങ്കര പ്രശ്നം അല്ലേ. കാലോ കയ്യോ ഇതാക്കിയാൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷെ തലതായാലോ നമ്മൾ മരിച്ചു തന്നെ പോവും. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് നമ്മളെ തലയോടിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഹെൽമെറ്റ് ധരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയാൽ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കരമാണ് അല്ലേ. നമ്മൾ നിവർന്ന് നിൽക്കാൻ തന്നെ ഉണ്ടാക്കുന്ന എന്താണ് നട്ടെല്ലാണ് അല്ലേ. നമ്മുടെ നട്ടെല്ല് എവിടെയാണ് കാണപ്പെടുന്നത്? നിങ്ങൾ സ്വയം പരിശോധിച്ച് നട്ടെല്ലിൻ്റെ സ്ഥാനം കണ്ടെത്തിയോ? എവിടെയാ? ഈ ചിത്രത്തിൽ നോക്കിയാൽ എവിടെ നട്ടെല്ല്? ഇതാണ് നട്ടെല്ല് അല്ലേ. ഇത് അല്ലേ, ഇവിടുന്ന് വരുന്നത് കണ്ടില്ലേ? ഇത് ഓക്കെ, ഇതാണ് നട്ടെല്ല് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ ശരീരം നിവർന്നു നിൽക്കുന്നതിനും അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണിത് നട്ടെല്ല് അല്ലേ. അപ്പോൾ എന്താണ് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണെന്ത് ഈ നട്ടെല്ല് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയുന്നത് നോക്കിയാൽ നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത് കേട്ടോ. നട്ടെല്ലിലെ അസ്ഥികൾ എന്താണ് കശേരു എന്നാ പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുക. 33 കശേരുക്കളെ ചേർന്നതാണിത് നട്ടെല്ല്. ഓക്കെ, അപ്പോൾ എന്താണ് 33 കശേരുക്കൾ ചേർന്നതാണിത് നട്ടെല്ല് എന്ന് പറയുന്നത് കേട്ടോ. ഈ കശേരുക്കൾ എത്ര ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കുക. നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ് കേട്ടോ. എന്താണ് നമ്മൾ നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗം ഏതാണ്? സുഷുമ്നാഡിയാണ് അല്ലേ. അപ്പോൾ എന്താണ് അത് കടന്നു പോകുന്ന ഇതിലൂടെയാണ് ഈ നട്ടെല്ലിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താണ് സുഷുമ്നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് എന്ത് നട്ടെല്ല്. അപ്പോൾ എന്താണ് മസ്തിഷ്കത്തിന്റെ സംരക്ഷണ കവചം ഏതാണ്? തലയോടാണ് അല്ലേ. അതുപോലെ എന്താണ് സുഷുമ്നാഡിയുടെ സംരക്ഷണ കവചം എന്താണ്? നട്ടെല്ലാണ് കേട്ടോ. ഓക്കെ, പിന്നെ നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എന്താണ് എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ നട്ടെല്ല് ശ്രദ്ധിക്കണം. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എന്താ നമുക്ക് നടക്കാൻ കഴിയില്ല, എണീറ്റ് നടക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്താണ് നട്ടെല്ലൊക്കെ ശ്രദ്ധയോടുകൂടി കണ്ടെടുക്കുക. ഇനി നോക്കിയേ വാരിയല്ല്. ഇതാണ് വാരിയല്ല് കേട്ടോ. നോക്ക്, ഇത് നട്ടെല്ലാണ്, ഇത് മാറലാണ്, ഇത് വാരിയല്ലാണ് കേട്ടോ. ഓക്കെ, നോക്കൂ, വാരിയല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? സ്വയം സ്പർശിച്ചു മനസ്സിലാക്കൂ. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയല്ലുകളാണുള്ളത്. മനുഷ്യ ശരീരത്തിൽ എന്താണ് 12 ജോഡി വാരിയല്ലുകളാണ് ഉള്ളത്. അപ്പം മനുഷ്യ ശരീരത്തിൽ എത്ര 12 ജോഡി വാരിയല്ലുകളാണുള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ് വാരിയല്ലുകളാണ് കേട്ടോ. എന്താണ് മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയല്ലുകളാണുള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ് വാരിയല്ലുകളാണ് കേട്ടോ. അപ്പൊ മനുഷ്യ ശരീരത്തിൽ എത്ര വാരിയല്ലുകളുണ്ട്? 12 ജോഡി വാരിയല്ലുകൾ. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആരാണ്? വാരിയല്ലുകളാണ് കേട്ടോ. വാരിയല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് വാരിയല്ലുകൾ? എന്താണ് പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. കണ്ടോ, ഇത് നട്ടെല്ലാണ്, ഇത് മാറല്. ഈ ബാക്കത്തത് എന്താണ്? ഇത് നട്ടെല്ല്.
അപ്പൊ അതിനോട് ജോയിൻ ചെയ്തിരിക്കുകയാണെന്ത് ഈ വാരിയെല്ല് കേട്ടോ. അപ്പൊ തലയോട്, നട്ടെല്ല്, വാരിയെല്ല് എന്നിവയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഇനി താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞത്. തലയോടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? എത്രയാണ്? 22 അസ്ഥികൾ അല്ലെ. 22 അസ്ഥികൾ ചേർന്നതാണ് ഇത് തലയോട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ 22 അസ്ഥികൾ എഴുതുക കേട്ടോ. 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. ഇനി തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? നമ്മൾ ഇതിൽ പഠിപ്പിച്ചുന്നുണ്ട് അല്ലേ. എന്താണ് തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? എന്താണ്? താടിയല് അല്ലേ. എന്താണ്? ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. ഏതാണ്? കീഴ്താടിയല് അല്ലേ. എന്താണ്? കീഴ്താടിയല്ലാണ് കേട്ടോ. ഇനി നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? നമ്മൾ പഠിച്ചത് എത്രയാണ്? 33 അല്ലേ. 33 കശേരുക്കൾ ചേർന്നതാണ് എന്ത്? നട്ടെല്ല് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓരോന്നിന്റെ ആൻസർ എഴുതുക കേട്ടോ. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? എന്താണ് സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം? സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ല് അല്ലേ. നട്ടെല്ല് എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നട്ടെല്ലിന്റെ പ്രധാന ധർമ്മം എന്താണ്? പ്രധാന ധർമ്മം? നിവർന്നു നിൽക്കുക എന്നുള്ളതാണ് അല്ലേ. പിന്നെ പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഈ നിവർന്നു നിൽക്കുക എന്നാണ് എന്ത്? പ്രധാന ധർമ്മം. പിന്നെ ഈ സുഷുമ്ന നാഡിയെ സംരക്ഷിക്കുന്നത് നട്ടെല്ലാണ്. പിന്നെ എന്താ പറയുന്നത്? ഈ നട്ടെല്ലിലൂടെയാണ് എന്ത്? സുഷുമ്ന നാഡി കടന്നു പോകുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ പറയാ? ശരീരത്തിൽ താങ്ങും ആകൃതിയും നൽകുക, ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന പ്രധാന താങ്ങ് എന്താണ്? നട്ടെല്ലാണ്. പിന്നെന്താണ്? ഈ തലച്ചോറിൽ നിന്ന് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് നാഡീ സന്ദേശങ്ങൾ എത്തിക്കുന്ന സുഷുമ്ന എന്ന പ്രധാന നാഡീവ്യൂഹത്തെ കട്ടിപ്പുകൾ അസ്ഥികൾ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് നട്ടെല്ലാണ്. പിന്നെ ചലന സ്വാതന്ത്ര്യം അല്ലെ. കുനിയാനും നിവരാനും വശങ്ങളിലേക്ക് തിരിയാനും എല്ലാം ശരീരത്തെ സഹായിക്കുന്നത് എന്താണ്? ഈ നട്ടെല്ലിലെ അസ്ഥികളുടെ അയവുള്ള ആ ഘടനയാണ് അല്ലെ. പിന്നെ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ശരീരത്തിന്റെ മുകൾ ഭാഗത്തെ ഭാരം താഴേക്ക് തുല്യമായി പങ്കുവെക്കാൻ നട്ടെല്ല് സഹായിക്കുന്നു. നട്ടെല്ലിലെ അസ്ഥികൾക്കിടയിലുള്ള ഡിസ്കുകൾ നമ്മൾ ചാടുമ്പോഴും ഓടുമ്പോഴും ഉണ്ടാകുന്ന ആഘാതങ്ങളെ ആഗിരണം ചെയ്യുന്നു. അപ്പം ഇതിൽ മെയ് പറയുന്നത് എന്താണ്? നിവർന്നു നിൽക്കാൻ സഹായിക്കുകയും പിന്നെ എന്താണ്? സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ആണ് നട്ടെല്ലും പറയാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? ഹൃദയം, ശ്വാസകോശത്തിനെയൊക്കെ ഇതാക്കുന്നത് വാരിയെല്ലാണ് അല്ലേ. അതായത് ഹൃദയം, ശ്വാസകോശം ചില പ്രധാന പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആരാണ്? വാരിയെല്ല് അല്ലേ. അപ്പൊ വാരിയെല്ല് എന്ന് എഴുതേ. നെക്സ്റ്റ് എന്താണ്? തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? തലയോടിനാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പൊ എന്താണ്? ഇവിടെ പറയുന്നുണ്ട്. തലയോടിനാൽ സംരക്ഷിക്കപ്പെട്ട ഏതൊക്കെയാണ്? നോക്കൂ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ഇതിലൊക്കെ എന്താണ്? ഇന്ന് ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ്? സംരക്ഷണം നൽകുന്നത് തലയോടാണ്. പിന്നെ എന്താണ്? മസ്തിഷ്കവും അല്ലേ. അത് എഴുതാം നമുക്ക്. ഇനിയിപ്പോ നമ്മൾ വാരിയെല്ല്, നട്ടെല്ല്, പിന്നെന്താണ്? തലയോട്, പിന്നെന്തൊക്കെയാ പഠിച്ചത്? വാരിയെല്ല്, നട്ടെല്ല്, തലയോട്, ഇതൊക്കെ പറഞ്ഞല്ലേ. ഇത് കൂടാതെ വേറെ എല്ലുകളില്ലേ നമ്മുടെ ശരീരത്തില് അല്ലെ. ഈ അസ്ഥികൾ കൂടാതെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും എന്താണ്? അസ്ഥികളില്ലേ അല്ലെ. അവ ഏതൊക്കെയാ നമുക്ക് നോക്കാം. കൈകാലുകളിലെ അസ്ഥികൾ അല്ലെ. നോക്കിയാൽ കൈയിന്റെ അസ്ഥി അല്ലെ. കൈകളിലെ അസ്ഥികളാണിത് അല്ലെ. നോക്കൂ, മനുഷ്യ ശരീരത്തിലെ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട്? മനുഷ്യന്റെ കയ്യിലെ അസ്ഥികളുടെ ചിത്രം നിരീക്ഷിക്കുക. മനുഷ്യന്റെ ഓരോ കയ്യിലും എത്ര അസ്ഥികളുണ്ട്? 32 അസ്ഥികളുണ്ട് കേട്ടോ. എത്ര അസ്ഥികളാണ്? 32 അസ്ഥികളാണ് മനുഷ്യന്റെ ഓരോ കയ്യിലും ഉള്ളത്. 2 കാലിൽ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടല്ലോ. ഉണ്ട് അല്ലെ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളതാണ് കേട്ടോ. കൈക്ക് കാലിനും അസ്ഥികൾക്ക് ബലമുണ്ട്. എന്നാലും കൈയിനെ അപേക്ഷിച്ച് കാലിനാണ് അസ്ഥികൾ കൂടുതൽ ബലമുള്ളത്. ഇത് എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് നിവർന്ന് നിൽക്കാനും അതുപോലെ നടക്കാനും ഒക്കെ എന്താണ്? നമ്മളെ വെയിറ്റ് ഒക്കെ താങ്ങുന്ന ആരാ? കാലിൻ്റെ അതല്ലേ. കൈയല്ലല്ലോ താങ്ങുന്നത്, നമ്മളെ കാലാണ് താങ്ങുന്നത് അല്ലേ. കാലിൻ്റെ അസ്ഥികളാണെന്ത്? നമ്മളെ ശരീരത്തിന്റെ ഭാരം താങ്ങുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളത് അല്ലേ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? നോക്കൂ, നിങ്ങളുടെ നിഗമനം ക്ലാസ്സിൽ പങ്കുവയ്ക്കുക കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട് കേട്ടോ. മനുഷ്യന്റെ
ശരീരത്തിൽ എന്താണ് ഒരു കാലില് 31 അസ്ഥികളുണ്ട്. കയ്യിലാണെങ്കിൽ 32 അസ്ഥികളും കാലിലാണെങ്കിലോ 31 അസ്ഥികളുമാണ് ഉള്ളത് കേട്ടോ. കാലിലാണ് 31, കയ്യില് 32 അസ്ഥികളും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ചിത്രം നിരീക്ഷിച്ച് നോക്കിയേ. എന്താ ഏതാ? തുടയലിലാണ് അല്ലേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? തുടയല്. നമ്മുടെ കാലുകളേക്കാൾ ചലനാത്മകത കൈകൾക്കുണ്ടോ? കൈകളും കാലുകളും ചലിപ്പിച്ച് ഇത് കണ്ടെത്തൂ അല്ലേ. നമ്മളെ കാലുകളേക്കാൾ എന്താണ് ചലനാത്മകത, അപ്പൊ ഇങ്ങനെ ചലിപ്പിക്കാനൊക്കെ കഴിയുന്ന എന്താണ്? കൈക്കാണ് അല്ലേ. കൈകൾക്കുണ്ട് അല്ലേ. കൈകളും കാലുകളും ചലിപ്പിച്ച് ഇത് കണ്ടെത്തുക. ഓരോ സ്കൂൾ ലബോറട്ടറിയിലുമുള്ള അസ്ഥികൂടം നിരീക്ഷിച്ച് ശരീരത്തിന്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളെ തിരിച്ചറിയുക. അസ്ഥികളും അവയുടെ പ്രത്യേകതകളും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികളാണ് ഉണ്ടാവുക. അപ്പൊ എന്താണ്, ജനിക്കുന്ന സമയത്ത് ചെറിയ മക്കളൊക്കെ ആ ടൈമില് 300 അസ്ഥികളാണ് ആ ചെറിയ കുട്ടികളെ ഇതിൽ ഉണ്ടാവുക ജനിച്ച സമയത്ത്. പിന്നെ പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും എന്താണ് യോജിച്ച് എന്താണ് 206 ആയി കുറയുന്നു അല്ലെ. ഈ 300 എന്താണ് ചിലതൊക്കെ യോജിച്ച് എന്താണ് നമ്മള് 206 ആയി മാറുന്നു അല്ലെ. അപ്പം മനുഷ്യ ശരീരത്തിൽ ആകെ ഒരു പ്രായപൂർത്തിയായ ആളെ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്തുക. മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്താനാ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 കേട്ടോ. ഓക്കെ, 206. ദെൻ നോക്കൂ, ശരീരഭാഗം നട്ടല് അസ്ഥികളുടെ എണ്ണം എത്രയാ? 33. മാറല്ല നട്ടലിന് അസ്ഥികളുടെ എണ്ണം 33. 2 കയ്യിലായിട്ടോ 1 32 അല്ലേ. 32 എത്ര ടോട്ടൽ ചെയ്യാം നമുക്ക്. അപ്പൊ കയ്യിൽ 32 അല്ലേ. ഒരു കയ്യിൽ 32, മറ്റേ കയ്യിൽ എന്താണ് 32. അപ്പൊ 32 + 32 എത്രയാ? 64 അല്ലേ. ഇനി കാലിൻ്റെതാ 31 ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താക്കുക, രണ്ട് കയ്യിലും എന്താ 32 + 32 64 എഴുതുക. 2 കാലിലും എത്രയാണ്? 31 + 31 എത്രയാ? 62 എഴുതുക അല്ലേ. ഇനി മാറൽ 1 ആണ് അല്ലേ. ഇനി അതുപോലെ വാരിയലും തലയോട്ടിയൊക്കെ എത്ര ഇതുണ്ട്? വാരിയല് 12 ജോഡി അല്ലേ. അപ്പൊ 12 + 12 24 അല്ലേ. ഇനി എന്താണ്, അപ്പൊ 2 കയ്യിലും എന്താണ് 32 + 32 64, 2 കാലിലും 31 + 31 62. ഈ മാറൽ 1. അതുപോലെ വാരിയല് എത്രയാണ്? 12 ഒരു എന്താണ് ജോഡിയല്ലേ. അപ്പോൾ വാരിയല് 12 + 12 എത്രയാണ്? 24 അല്ലേ. ഇനി തലയോട്ടിയിലോ 22 എണ്ണം അല്ലേ. ഇങ്ങോട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി വയ്ക്കുക. എത്രയാണ്? നോക്കൂ, 33, 64, 62 + 1 + 24 + 22 എത്രയാണ്? 206. കൂട്ടി നോക്കുക കേട്ടോ. അപ്പൊ 206 ആണ് എന്ത് അസ്ഥികളാണിത് നമ്മുടെ ശരീരത്തിലുള്ളത് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ മക്കളെ, അസ്ഥികൂടത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയല്ലോ ഇപ്പൊ നിങ്ങളല്ലേ. അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നുണ്ട് കേട്ടോ. എന്താണ്, അസ്ഥികൾ വെറുതെ കിടക്കുകയല്ല അസ്ഥികളിലെ. എന്താണ്, രക്താണുക്കളുടെ ഉൽപാദനത്തിലും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നുണ്ട് അല്ലെ. അസ്ഥികളുടെ ധർമ്മങ്ങൾ ക്രോഡീകരിച്ച് എന്താണ് നിങ്ങൾ പുസ്തകത്തിൽ എഴുതുക. അസ്ഥികൂടം എന്താണ്, ശരീരത്തിന് ആകൃതി നൽകുന്നു അല്ലെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ്, നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു. പിന്നെന്താണ്, സുഷ്മനാഡീന്റെ എന്താണ് ശരീരത്തിൽ താങ്ങും ആകൃതി നൽകുന്നുണ്ട് അല്ലെ. പിന്നെയോ സംരക്ഷണം നൽകുന്നുണ്ട്. അസ്ഥികൾക്ക് എന്താണ്, ശരീരത്തിലെ മൃദുവായതും പ്രധാനപ്പെട്ടതുമായ അവയവങ്ങൾക്ക് എന്താണ് അസ്ഥികൾ സംരക്ഷണം നൽകുന്നുണ്ട് അല്ലെ. എന്താണ്, തലയോട്ടി മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നു. പിന്നെ എന്താണ്, വാരിയല്ലുകൾ ഏതാണ്, ഹൃദയം, ശ്വാസകോശം എന്നിവയെ സംരക്ഷിക്കുന്നു. കശേരുകൾ സുഷുമ്നാഡിയെ സംരക്ഷിക്കുന്നു അല്ലെ. പിന്നെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല ചലനം, പേശികളും അതൊക്കെ എഴുതുക കേട്ടോ. എന്താണ്, ശരീരഭാഗങ്ങൾ ചലിപ്പിക്കാൻ അസ്ഥികൾ സഹായിക്കുന്നു. പിന്നെന്താണ്, നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു 4 എഴുതിയാൽ മതിട്ടോ ഞാൻ പറഞ്ഞതിൽ. പിന്നെ രക്തകോശങ്ങളുടെ ഉൽപാദനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അസ്ഥികളുടെ ഉള്ളിൽ എന്താണ്, ചുവന്ന അസ്ഥിമജ്ജയിൽ എന്താണ് വെച്ചാണ് രക്തകോശങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്നത് കേട്ടോ. പിന്നെ ധാതുക്കളുടെ സംഭരണം ഉണ്ട് അല്ലേ. ഇവിടെ പറയുന്നുണ്ട് ലവണങ്ങളുടെ സംഭരണം അല്ലേ. അത് നിർവഹിക്കുന്നുണ്ട്. ഇത് അവിടെ ഉണ്ടല്ലോ. രക്താണുക്കളുടെ ഉൽപാദനം നടത്തുന്നുണ്ട് അസ്ഥികൾ. പിന്നെന്താണ്, ലവണങ്ങളുടെ സംഭരണം നടത്തുന്നുണ്ട്. പിന്നെ ശരീരത്തിൽ ഇവയുടെ കുറവ് വരുമ്പോൾ എന്താണ്, അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്ക് ഇവ ലഭ്യമാകുന്നു അല്ലേ. പിന്നെ ഊർജ സംഭരണം അല്ലെ. അസ്ഥികളിലെ ഊർജ സംഭരണം നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. ദെൻ ഇനി എന്താണ്, തരുണാസ്ഥികൾ എന്താണ്, കാർട്ടിലേജസ്. എന്താണ് കാർട്ടിലേജസ് എന്ന് പറഞ്ഞാല് തരുണാസ്ഥികൾ അല്ലെ. നിങ്ങളുടെ ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങൾ പരിശോധിച്ച് നിങ്ങൾ ചെവിയും തൊട്ട് വയ്ക്കേ.
മൂക്ക് തൊട്ടിക്ക്. ഇവയ്ക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലം തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇവ പിടിച്ച് വളയ്ക്കാൻ സാധിക്കുന്നില്ല. ചെവിക്കൊക്കെ നുള്ളു കിട്ടിയില്ല നിങ്ങൾക്ക് സാർമാരോടും അതുപോലെ ടീച്ചേഴ്സിനോടൊക്കെ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഉമ്മനോടൊക്കെ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ, അമ്മേനോടൊക്കെ. അപ്പൊ അതൊന്ന് പിടിച്ച് വളയ്ക്കാൻ ശ്രമിക്കുന്നില്ലേ? വളച്ചാൽ അങ്ങനെ വളയ്ക്കാൻ സാധിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സാധിക്കുന്നത്? അപ്പൊ മറ്റേ നമ്മളെ കയ്യിലൊക്കെ തിരിച്ചാൽ എന്താ, കൈ പൊട്ടിപ്പോകൂല്ലേ? അപ്പൊ ചെവിയിലൊന്നും തിരിച്ചാൽ പ്രശ്നമല്ല അല്ലെ. എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ സാധിക്കുന്നത്? ഏത് തരം അസ്ഥിയാണ് അവിടെ ഉള്ളത്? നമുക്ക് നോക്കാം അല്ലെ. എന്താണ്? അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണെന്ത്? തരുണാസ്ഥികൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഈ അസ്ഥികളെ പോലെ തന്നെ എന്താണ്? ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണെന്ത്? തരുണാസ്ഥികൾ കേട്ടോ. അണ്ടർലൈൻ ചെയ്യട്ടോ. ഇവിടം മുതൽ ഇവിടം വരെ അണ്ടർലൈൻ ചെയ്യുക. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ് കേട്ടോ. അപ്പൊ തരുണാസ്ഥികൾ എന്താണ്? എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരങ്ങളും എന്താണ് ഇത് കാണപ്പെടുന്നുണ്ട്. ഈ തരുണാസ്ഥികൾ എന്താണ്? മനുഷ്യ ശരീരത്തിലും ഉണ്ട്, മറ്റു ജന്തു ശരീരങ്ങളും എന്താണ് ഈ തരുണാസ്ഥികളുണ്ട് അല്ലെ. പ്രധാനമായും എന്താണ് ഈ തരുണാസ്ഥികൾ എവിടെയൊക്കെയാ ഉള്ളത്? ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിൽ, ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ തരുണാസ്ഥികൾ എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അതെന്താണ്? നമ്മൾ പ്രധാനമായിട്ട് തരുണാസ്ഥികൾ എവിടേക്കാണ്? ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാല്, ശ്വാസനാളം. നിങ്ങൾക്ക് വളയ്ക്കാനൊക്കെ കഴിയുന്നില്ല കൈമുട്ട് അല്ലേ? അവിടെയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ കാൽമുട്ട്, കണങ്കാല്, ശ്വാസനാളം, കശേരുകൾക്കിടയിൽ, ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് എന്ത് ഈ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. ഇനി നോക്ക്, നമുക്ക് ഈ അസ്ഥി സന്ധികളുണ്ട് അല്ലെ, ജോയിന്റ് അല്ലെ. നമുക്കൊന്ന് കൈ നോക്കി ഇങ്ങനെ ഇളക്കാനൊക്കെ കഴിയില്ല, കൈ പറ്റി ഇങ്ങനെ മടക്കിയിട്ടൊക്കെ അല്ലെ. നമ്മുടെ കൈകാലുകളിലും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നില്ലേ? എങ്ങനെയാണ് ഇതിന് സാധ്യമാവുന്നത് നോക്കാം. മനുഷ്യന്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ ചിത്രം 1. ഇത് മനുഷ്യന്റെ കൈപ്പത്തിയിലെ എന്താണ് അസ്ഥികളുടെ ചിത്രമാണിത്, ചിത്രം 1. ഇനി രണ്ടാമത്തെ എന്താണ്? കാർഡ്ബോർഡിൽ തയ്യാറാക്കി അതിന്റെ മാതൃകയാണിത് രണ്ടാമത്തത്. ഓക്കെ. അപ്പൊ നോക്കിയേ, ചിത്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൈപ്പത്തിയുടെ ചലനവുമായി ബന്ധപ്പെടുത്തി 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തൂ. നോക്കൂ, ഇവിടെ എന്താണ്? ഒരു ജോയിന്റ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട് അല്ലേ. ചിത്രം 2ലോ ആ ജോയിന്റ് ഇല്ല. ഉണ്ടോ? ഇത് ഇങ്ങനെ മടക്കിയാൽ കാർഡ്ബോർഡ് മടക്കിയാൽ അതങ്ങോട്ട് മടങ്ങി പോവുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ എന്താ, മടക്കിയാൽ എന്താണ് അവിടെ ഒരു ഇങ്ങനെ ഇളക്കാനൊക്കെ പറ്റില്ല, ജോയിന്റ് വരും. നമ്മുടെ കൈപ്പത്തി രണ്ടാമത്തെ ചിത്രത്തിലേതുപോലെ ആയിരുന്നെങ്കിലോ? ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. വയറിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ണം കുറഞ്ഞ പൈപ്പ് ചിത്രം 3ൽ കാണുന്നത് പോലെ കൈവിരലുകൾ ധരിക്കുക. നമ്മൾ മടക്കാൻ കഴിയോ? ഇല്ല അല്ലേ. ആ കൈ ഉപയോഗിച്ച് പേന എടുത്ത് ഒന്ന് പുസ്തകത്തിൽ എഴുതാൻ ശ്രമിക്കുമോ? ഈ കൈ വെച്ചിട്ട് എന്താണ് നമുക്ക് മടക്കാനൊന്നും കഴിയില്ല, പൈപ്പ് വെച്ചുകൊണ്ട് അല്ലേ. അപ്പം എന്നിട്ട് പേന വെച്ച് നമുക്ക് എഴുതാൻ കഴിയോ? ഇല്ല അല്ലേ. നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും അല്ലേ. നമ്മുടെ അസ്ഥികൾ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥിസന്ധികൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പൊ നമ്മളെ ഈ വിരലിൽ നോക്കി അവിടെയൊക്കെ എന്താണ് അസ്ഥിസന്ധികൾ ഉണ്ട് അല്ലേ. അവിടെ ജോയിന്റ് കണ്ടോ? അതൊക്കെ എന്താണ് നമുക്ക് മടക്കാനും ഇതാക്കാനൊക്കെ നമ്മളെ സഹായിക്കുക. പെന്ന് പിടിക്കാനാണെങ്കിലും ഒക്കെ എന്താണ് ആ സന്ധികളാണ് നമ്മളെ സഹായിക്കുന്നത് അല്ലേ. അസ്ഥിസന്ധി എന്താണ്? 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു കേട്ടോ. എന്താണ്? 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ എന്താണ് അസ്ഥിസന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. എന്താണ്? നമ്മുടെ ശരീരത്തിൽ എന്താണ് വിവിധ തരം അസ്ഥിസന്ധികളുണ്ട് അല്ലെ. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട്. അപ്പൊ എന്താണ് അസ്ഥിസന്ധികൾ? എന്താണ്? ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട് കേട്ടോ. ഇനി വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിന്റ്. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. എന്താണ്? കതക്, ജനൽ എന്നിവയിലെ നമ്മൾ കതക് ഡോർ തുറക്കുമ്പോൾ എന്താണ് അവിടെ ഒരു വിജാഗിരി ഇല്ലേ? ഡോർ തുറക്കുന്നിടത്ത് മറ്റേ എന്താ ജോയിന്റ്, അതായത് കട്ടിൽ എന്താണ് ഡോറും പിന്നെ അതുപോലെ എന്താണ് ആ മരവും ജോയിന്റ് ചെയ്തിട്ട് അതെല്ലാം എങ്ങനെ നമ്മൾ തുറക്കണോ അടയ്ക്കണോ ചെയ്യുന്ന സ്ഥലം, ആ വിജാഗിരി അവിടെ ഒരു എന്താണ് ഇരുമ്പിനൊരു സാധനം ഉണ്ടാവില്ല, അതിനാണ് വിജാഗിരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ വിജാഗിരി പോലെ എന്താണ് കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ അവിടെ സാധിക്കുള്ളൂ കേട്ടോ. കൈമുട്ടിനും കാൽമുട്ടിനും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് എന്ത്? വിജാഗിരി സന്ധികൾ. ഇതിന് പറയുന്ന പേരെന്താണ്? വിജാഗിരി സന്ധികൾ എന്നാണ് പറയുന്നത് കേട്ടോ. അതാ ഇത്. ഓക്കെ, ഇത് വിജാഗിരി സന്ധി എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഇത് വിജാഗിരി സന്ധി കണ്ടോ. അപ്പോൾ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് എന്ത്? വിജാഗിരി സന്ധികൾ. ഓക്കെ. ഈ പട്ടിക പൂർത്തീകരിച്ച് വിജാഗിരി സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.
അപ്പോൾ എന്താണ് പട്ടിക പൂർത്തീകരിച്ച് വിജാഗിരി സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എന്താണ് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. സന്ധി വിജാഗിരി സന്ധിയാണ് കേട്ടോ. അപ്പൊ ശരീരഭാഗം ഏതാണ് വിജാഗിരി സന്ധി ഉള്ളത്? അതാ കൈമുട്ടിലും കാൽമുട്ടിലും അല്ലേ. പിന്നെന്താണ് പ്രത്യേകത? എന്താ? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വിജാഗിരി സന്ധിയുടെ ഒരു മാതൃക ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാൽ, ഇവ നിർമ്മിക്കാനായി ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ ചെയ്യാം. താഴെ കൊടുത്ത ചിത്രങ്ങളും വിവരണങ്ങളും ഉപയോഗിക്കുക. വിജാഗിരി സന്ധി ഉണ്ടാക്കാനായി ചിത്രത്തിൽ കാണുന്നത് പോലെ കാർഡ്ബോർഡിലോ മൾട്ടിവുഡിലോ കൈയുടെ ഭാഗങ്ങളുടെ രൂപങ്ങൾ വെവ്വേറെ വെട്ടിയെടുക്കുക. എന്താണ് വിജാഗിരി സന്ധി ഉണ്ടാക്കാനായി ചിത്രത്തിൽ കാണുന്ന പോലെ കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വുഡിലോ മരക്കഷ്ണത്തിലോ നിങ്ങൾ എന്താ കൈയുടെ ഭാഗങ്ങൾ രൂപങ്ങൾ വെവ്വേറെ ആയിട്ട് എന്താക്കുക വെട്ടിയെടുക്കുക. അതാ കണ്ടോ, ഒന്ന് ഇവിടെയും ഒന്ന് ഇതും ഇത് അല്ലേ, ഒന്നിത് ഇങ്ങനെ വെട്ടിയെടുക്കുക നിങ്ങൾ കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ മരക്കഷ്ണത്തിലോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ, ഈ രണ്ട് ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുക. എങ്ങനെ ബന്ധിപ്പിക്കണം? വിജാഗിരി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇവയെ ബന്ധിപ്പിച്ച് ചലനം സാധ്യമാകുന്നത് എങ്ങനെയെന്ന് പുസ്തകത്തിൽ എഴുതാനാണ്. കൈമുട്ടിൻ്റെ ചലനവും ഈ കൈരൂപത്തിൻ്റെ ചലനവും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ ജോയിൻ ചെയ്താൽ എന്താണ് കൈ ഇങ്ങനെ മടക്കാനൊക്കെ കഴിയും അല്ലേ. ഇനി